ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 2. അടുത്തത് സബബു തഅലീഫിൽ കിതാബി, ഈ ഗ്രന്ഥം രചിക്കുന്നതിനുണ്ടായ കാരണം. വലമ്മ കുന്തു ലം അഖിഫ് അലാ കിതാബിൻ ജാമിഉൻ ഫി ഹാദിൽ മൗദൂഅ്, ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ ഗ്രന്ഥം എൻ്റെ ശ്രദ്ധയിൽ പെടാതിരുന്നതിനാൽ ഫഖദ് റഅയ്തു മിനൽ വാജിബി അലയ്യ, എനിക്ക് മേൽ നിർബന്ധമാണ് എന്ന് ഞാൻ കണ്ടു, അൻ അളാ ലി ഇഖ്വാനി അൽ മുസ്ലിമീന, എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്കായി ഞാൻ ഉണ്ടാക്കണമെന്ന്, മിമ്മൻ ഹമ്മുഹും അൽ ഇഖ്തിദാഉ ഫി ഇബാദത്തിഹിം ബി ഹദി നബിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് അവരുടെ ഇബാദത്തുകളിൽ ഇഖ്തിദാഅ് ചെയ്യണം, പിൻപറ്റണം എന്ന് ഹമ്മ് ഉള്ള, അങ്ങനെ ഉദ്ദേശ്യമുള്ള എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്കായി ഒരു കിതാബ് രചിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു എന്നതാണ്. കിതാബൻ മുസ്തൗഇബൻ മാ അംകന ലിജമീഇ മാ യതഅല്ലഖു ബിസിഫത്തി സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തക്ബീർ ഇല തസ്ലീമി, തക്ബീർ മുതൽ തസ്ലീം സലാം വീട്ടൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നത്ര അടങ്ങുന്ന സമഗ്രമായ മുസ്തൗഇബായൊരു കിതാബ് രചിക്കണമെന്ന്. ബിഹൈസു യുസഹിലു അലാ മൻ വഖഫ അലൈഹി മിനൽ മുഹിബ്ബീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബൻ സ്വാദിഖൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഥാർത്ഥ ഹുബ്ബ്, ഇഷ്ടമുള്ള ആളുകൾക്ക് എളുപ്പമാകുന്ന വിധത്തിൽ അൽ ഖിയാമു ബി തഹ്ഖീഖി അംരിഹി ഫിൽ ഹദീസിൽ മുതഖദ്ദം സല്ലു കമാ റഅയ്തുമുനി യുസല്ലി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുക എന്ന്. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ അപ്രകാരം നിസ്കരിക്കുക. അപ്പോൾ ആ നബിയെ പിൻപറ്റണം എന്നാഗ്രഹിക്കുന്ന, യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൗകര്യത്തിനായി. വലിഹാദ കാരണത്താൽ ഫഇനി ഷമ്മർതു അൻ സായിദിൽ ജിദ്ദി, ഷമ്മർതു അൻ സായിദിൽ ജിദ്ദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇജ്തിഹദ്, ഞാൻ വളരെയധികം പരിശ്രമിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. വതത്തബഅതു അൽ അഹാദീസ് അൽ മുതഅല്ലഖത ബിമാ ഇലൈഹി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഞാൻ ഫോളോ ചെയ്തു. ഖസത്തു മിൻ മുഖ്തലിഫി കുത്തുബിൽ ഹദീസി, വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്. ഫകാന മിൻ ദാലിക ഹാദൽ കിതാബുൽ ലദീ ബൈന യദൈക്, അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഗ്രന്ഥം നിലവിൽ വന്നിട്ടുള്ളത്. വഖദ് ഇഷ്തറതു അലാ നഫ്സി അൻ ലാ ഊരിദ ഫീഹി മിനൽ അഹാദീസ് നബവിയ്യത്തി ഇല്ലാ മാ സബത സനദുഹു ഹസ്ബ മാ തഖ്തളീഹി ഖവാഇദുൽ ഹദീസ് ശരീഫ് വഉസൂലിഹി, ഈ ഗ്രന്ഥത്തിൽ ഞാൻ നിബന്ധനയാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ, എന്ത്, ഇതിൽ സനദ് സ്ഥിരപ്പെടാത്ത ഹദീസുകൾ കൊണ്ടുവരാതിരിക്കാൻ. ഹസ്ബ മാ തഖ്തളീഹി ഖവാഇദുൽ ഹദീസ് ശരീഫ് വഉസൂലുഹു, ഖവാഇദുൽ ഹദീസ് ശരീഫ് വഉസൂലുഹു. وضربت صفحا عن كل ما تفرد به مجهول أو ضعيف سواء كان في الهيئات أو الأذكار أو الفضائل وغيرها. ഫളായിൽ, പുണ്യങ്ങൾ പറയുന്ന, ശ്രേഷ്ഠതകൾ പറയുന്ന വിഷയത്തിലാകട്ടെ, ദിക്റുകളുടെ വിഷയത്തിലാകട്ടെ, നിസ്കാരത്തിൻ്റെ രൂപത്തിൻ്റെ വിഷയത്തിലാകട്ടെ, അതിലൊന്നും ളഈഫായ ഹദീസൊന്നും കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ്. വളറബ്തു സഫ്ഹൻ അൻ കുല്ലി മാ തഫറദ ബിഹി പറയുമ്പം ഈ അവഗണിച്ചു, അത് ഒഴിവാക്കി എന്നുള്ളതാണ്. വറബ്തു സഫ്ഹൻ എന്ന് പറഞ്ഞാൽ സഫ്ഹൻ അൻ എന്നുള്ള പ്രയോഗം. ലിഅന്നനി അഅ്തഖിദു, കാരണം ഞാൻ വിശ്വസിക്കുന്നു, അന്ന ഫീമാ സബത മിനൽ ഹദീസി ഉന്യതൻ അനിൽ ദഈഫി മിൻഹു, ഇപ്പം ദഈഫ്, ദുർബലമായതൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. സ്ഥിരപ്പെട്ടത് തന്നെ ഉന്യത്ത്, അത് തന്നെ റിച്ചാണ്, അത് തന്നെ സമ്പന്നമാണ്, അത് തന്നെ മതി എന്നുള്ളതാണ്. ബിലാ ഖിലാഫി ലിഅന്നഹു ലാ യുഫീദു ബിലാ ഖിലാഫിൻ ഇല്ലാ ദന്ന, കാരണം ദഈഫായ ഹദീസ് എന്ന് പറയുമ്പം അത് ഊഹം മാത്രമാണ്, അഭിപ്രായ വ്യത്യാസമല്ലോ ആ കാര്യത്തിൽ, അത് ഊഹാണെന്നുള്ള കാര്യത്തിൽ, കാരണം സ്ഥിരപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ ചെയ്തതാണോ എന്ന് ഉറപ്പില്ല ദഈഫായ ഹദീസാകുമ്പോൾ. അപ്പോൾ ലന്നു അൽ മർജൂഹ്, ലന്ന് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്, അത് എന്തെങ്കിലും ന്യൂനത കുഴപ്പമുള്ളതാവാം. വഹുവ കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ, ലാ യുഗ്നീ മിനൽ ഹഖ് ഷൈഅ, ലന്നിനെ സംബന്ധിച്ച്
അതിൽ സത്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഊഹം പലതും അങ്ങനെയാണല്ലോ. അന്നജും 28-ാമത്തെ ആയത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വല്ലന്ന ഫഇന്ന വന്ന അക്ദബുൽ ഹദീസി. ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഊഹം എന്ന് പറയുന്നത് അത് സംസാരത്തിലെ ഏറ്റവും കളവായതാണ് എന്ന്. ഇനി ഇവിടെ സ്വഹീഹ് ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ ഹദീസ് സ്ഥാബിത്തു, സ്ഥിരപ്പെട്ട ഹദീസ് എന്ന് പറഞ്ഞാൽ യഷ്മലു അസ്വഹീഹു വൽ ഹസനു ഇൻദൽ മുഹദ്ദിസീന ബിഖിസ്മിഹിമ അസ്വഹീഹു ലിദാത്തിഹി വസ്വഹീഹു ലിഗൈരിഹി വൽ ഹസനു ലിദാത്തിഹി വൽ ഹസനു ലിഗൈരിഹി. ഈ വിഭാഗങ്ങളൊക്കെ സ്ഥിരപ്പെട്ട ഹദീസ് എന്നുള്ള ഗണത്തിൽ പെടും. ഇനി യാക്കും വല്ലന്ന ഫൈനല്ലന്ന അക്ദബുൽ ഹദീസ് എന്നുള്ള ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ളതാണ്. വഹുവ മുഖ്റിജുൻ ഫീ കിതാബി ഗായത്തുൽ മറാം തഖ്രീജു ഹലാലിൽ ഹറാം എന്ന കിതാബിൽ, എൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണം. ഫലം യതഅബ്ബദന അല്ലാഹു തആല ബിൽ അമലി ബിഹി. അപ്പം ദുർബലമായ ഹദീസ് കൊണ്ട് തെളിവെടുക്കാൻ, അത് വെച്ച് ഇബാദത്ത് അനുഷ്ഠിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടില്ല. ബൽ നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി എന്താ ചെയ്തത്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ നിരോധിക്കാൻ ചെയ്തത്. ഫഖാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ഹദീസ് അന്നി ഇല്ലാ മാ അലിംതു. നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഉള്ള ഹദീസ് പറയുന്നത് സൂക്ഷിക്കുക. ഇല്ലാ മാ അലിംതു, നിങ്ങൾക്ക് അറിയുന്നത് ഒഴികെ. കാരണം അറിയാത്തത് പറയരുത്. നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറിയാത്തത് പറയരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ചില പണ്ഡിതന്മാർ, ചില മുഹദ്ദിസുകൾ സ്വഹീഹ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് മറ്റു ചില മുഹദ്ദിസുകൾ ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അവർ മനസ്സിലാക്കിയത് പ്രകാരം. അക്കാര്യവും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കൂട്ടർ ദുർബലം എന്ന് പറഞ്ഞ് എന്നതുകൊണ്ട് ദുർബലമാവണമെന്നില്ല, ഒരു കൂട്ടർ സ്വഹീഹ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വഹീഹ് ആവണം എന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അതൊന്നും അങ്ങനെ പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഫിഖ് മസാലകളിൽ. ഇവിടെ നമ്പർ കണ്ടോ, 1 കൊടുത്തിട്ടുണ്ട്. ഇത്തഖുൽ ഹദീസ് അന്നി ഇല്ലാമ അലിംതും എന്ന് പറഞ്ഞിട്ട് ആ ഹദീസ്, ഈ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറഞ്ഞ ഹദീസ് തന്നെ കണ്ടോ, സ്വഹീഹ് എന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിക്കുറിപ്പിൽ. അഖ്റജഹു തിർമിദി വ അഹ്മദ് വ ഇബ്നു അബി ഷൈബ വ അസാഹു ഷെയ്ഖ് മുഹമ്മദ് സഈദ് അൽ ഹലബി ഫിൽ മുസൽസലാത്തിഹി ലിൽ ബുഖാരി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമാം തിർമിദി റഹിമഹുല്ലാ ഹസനായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഇത് സ്വഹീഹായിട്ട് പരിഗണിച്ചിട്ടുണ്ട് ഒരിക്കൽ. പക്ഷേ സുമ്മ തബയ്യന ലി അന്നൽ ഹദീസ് ദഈഫ്, പിന്നെ എനിക്കത് വ്യക്തമായി ഈ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്. അപ്പോൾ ഇതാണ് ചിലപ്പോൾ ചില പണ്ഡിതന്മാർക്ക് അവർ സ്വഹീഹ് എന്ന് പറയുന്ന ഹദീസ് മറ്റു ചില പണ്ഡിതന്മാർ ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയും വരാം. ഇനി ഫഇദാ നഹ അൻ റിവായത്ത് ദഈഫ്, അപ്പോൾ ദുർബലമായ റിപ്പോർട്ട് നബി നിരോധിച്ചിരിക്കെ ഫബിൽ അഹ്റാ അയൻഹ അനിൽ അമൽ ബിഹി, അപ്പം പിന്നെ അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് നിരോധിക്കപ്പെടാൻ കൂടുതൽ തരപ്പെട്ടതാണല്ലോ എന്നതാണ്. ഇപ്പോൾ ദുർബലമായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹുജ്ജത്തായിട്ട് അമൽ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു വിഷയത്തിൽ ഹദീസും അതിൽ ഇസ്ലാമിക നിയമങ്ങളും ഓൾറെഡി ഉണ്ട്, പിന്നെ അതിന് ഇന്ന ഫളലുണ്ടെന്ന് പറഞ്ഞിട്ട് ദുർബലമായ ഹദീസ് ഉണ്ട് എന്ന് വെക്കുക, എങ്കിൽ അത് പ്രകാരം പ്രവർത്തിക്കാം. പക്ഷേ എന്താണ്, ആ ഫളലുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ് പ്രചരിപ്പിക്കാൻ പാടില്ല. ആ ഫളൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടട്ടെ എന്ന നിലക്ക് അത് പ്രവർത്തിക്കാം. കാരണം ആ വിഷയം പ്രവർത്തിക്കുന്നതിൽ എന്തുണ്ട്, ഹദീസ് വേറെ സ്വഹീഹായ ഹദീസുണ്ട്, അല്ലെങ്കിൽ വേറെ തെളിവുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി വഖദ് സമ്മൈത്തുൽ കിതാബ, ഞാൻ ഈ ഗ്രന്ഥത്തിന് പേര് വെച്ചു സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനത്ത് തക്ബീരി ഇല തസ്ലീമി കഅന്നക തറാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം തക്ബീർ മുതൽ സലാം വീട്ടൽ വരെ നീ അത് കാണുന്നത് പോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ, സലാം വീട്ടൽ വരെ നീ അത് കാണുന്നത് പോലെ എന്നുള്ളതാണ്. വഖദ് ജഅൽതുഹു അലാ ഷത്റൈൻ, ഈ കിതാബ് ഞാൻ 2 ഷത്ർ, 2 ഭാഗമാക്കിയിട്ടുണ്ട്. അലാവാദിന, എൻ്റെ മുകൾ ഭാഗം താഴെ ഭാഗം. ഇവിടെ തന്നെ കാണാം, ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വരട്ടിന് താഴെ ഒരു വിശദീകരണം പോലെ കൊടുത്തിട്ടുണ്ട്, മുകളിലെ ഭാഗം ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും കിതാബ്, അതാണ്. അമ്പലവർ ഒന്നാമത്തെ ഭാഗം ഫഹുവ കൽ മത്തിനി, അതൊരു മത്തിന് പോലെയാണ്. ഔറത്തു ഫിഹി മുത്തൂനൽ അഹാദീസി ഔ
الجمل اللازمة منها ووضعتها في أماكنها اللائقة بها مؤلفا بين بعضها بحيث يبدو الكتاب منسجما من أوله إلى آخره. ഇപ്പോൾ കിതാബ് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഫ്ലോ ആയിട്ട് കണ്ണിമുറിയാതെ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിൽ ഞാൻ എന്താണ് ഈ മേലെ ഭാഗത്ത് മത്തിന് പോലെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഹദീസുകളുടെ മത്തിനുകൾ, അതേപോലെ അത്യാവശ്യമായിട്ടുള്ള ജുംലകൾ അത് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. ഇനി വഹറസ്തു അലിൽ മുഹാഫലത്തി അല നസ്സുൽ ഹദീസ്, ഹദീസിൻ്റെ നസ്സ് അത് സൂക്ഷിക്കുന്നതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലഫ്ലുഹുല്ലദി വറദ ഫിൽ കുത്തുബി സുന്ന, ഹദീസ് ഉദ്ധരിക്കുമ്പം ഹദീസിൻ്റെ കിതാബുകളിൽ വന്നിട്ടുള്ള ലഫ്ള് ഉദ്ധരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വഖദ് യകൂനു ലഹു അൽഫാദുൻ, ചിലപ്പോൾ ചില ഹദീസുകൾക്ക് പല ലഫ്ളുകളുണ്ടാകും. ഫഊസിറു മിൻഹാ ലഫ്ളൻ ലിഫായിദത്തി തഅലീഫി ഔ ഗൈരിഹി, ഈ രചനയുമായി ബന്ധപ്പെട്ട ഫായിദ അതിൻ്റെ യോജ്യമായ ലഫ്ള് ഉള്ള ഹദീസ് ഞാൻ മുൻഗണന നൽകും. വഖദ് അളമ്മു ഇലൈഹി ഗൈറഹു മിനൽ അൽഫാദി, മറ്റ് ലഫ്ളുകളിൽ വന്നിട്ടുള്ള ഹദീസ് അതിലേക്ക് ഞാൻ ചേർക്കും. ഫഉനബ്ബിഹു അലാ ദാലിക ബിഖൗലി, അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇങ്ങനെയുള്ള വാക്കുകൊണ്ട് വഫീ ലഫ്ലിൻ കഥാ വക്കഥ, ഇങ്ങനെ ലഫ്ലിൽ ഇന്ന പ്രകാരം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കൊടുക്കും. ഔ ഫീ റിവായത്തിൻ കഥാ വക്കഥ, അല്ലെങ്കിൽ ഇന്ന ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന്. വലം അഉസ്ഹ ഇലാ റുവാത്തിഹ മിന സ്വഹാബത്തി ഇല്ലാ നാദിറ, അപൂർവമായിട്ടല്ലാതെ ഏത് സ്വഹാബിയാണ് അതിൻ്റെ റിപ്പോർട്ടർമാരാരാന്ന് ഞാൻ പറയാറില്ല. വല ബയ്യൻതു മൻ റവാഹ മിൻ അയിമ്മത്തിൽ ഹദീസ്, ആരാണ് ഹദീസ്, അതായത് ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഹദീസ്, മുൻഗണന കൊടുക്കുന്ന ഹദീസ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ലഫ്ലുകളിൽ ചെറിയ വ്യത്യാസമുള്ളത് അത് വഫീ ലഫ്ലിൻ കഥ അല്ലെങ്കിൽ വഫീ റിവായത്തിൻ കഥ എന്ന് പറഞ്ഞിട്ട് അവിടെ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ട് കൊടുക്കാതെയാണ് കൊടുത്തിട്ടുള്ളത്. തസ്ഹീൽ അലിൽ മുത്താലാത്ത് വൽ മുറാജ, മുത്താലക്കും മുറാജക്കും പഠനത്തിന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. ഇനി അമ്മ ഷത്രുൽ ആഖ്റു, ഇനി മറ്റേ ഭാഗം, താഴെ ഭാഗം അതെന്താണ്, അത് ഒരു ഷറഹ് പോലെയാണ്. ഫഹുവക്കൽ ഷറഹി ലിമാ ഖബലഹു, മുമ്പ് പറഞ്ഞതിന് ഷറഹ് പോലെയാണ്. ഖറജ്തു ഫീഹി അൽ അഹാദീസുൽ വാരിദത ഫി ഷത്രിൽ ആല, മെയിൻ കണ്ടന്റിൽ മത്നിലുള്ള കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകൾക്ക് ഉള്ള ഷറഹ് പോലെ. മുസ്തഖ്സിയൻ അൽഫാദുഹു വ തുറുഖഹു മഅൽ കലാമി അല അസാനിദിഹ വ ഷവാഹിദിഹ, അതിൻ്റെ ലഫ്ലുകളും അതിൻ്റെ തുറുക്കുകളും ഒക്കെ വിശദീകരിച്ചിട്ട് അതിൻ്റെ പരമ്പരകളെ സംബന്ധിച്ച സംസാരവും അതിൻ്റെ ഷാഹിദുകൾ ആയിട്ടുള്ള മറ്റ് ഹദീസുകൾ ഒക്കെ, സാക്ഷ്യങ്ങളായിട്ടുള്ള മറ്റ് ഹദീസുകളൊക്കെ പിന്നെ പരാമർശിച്ചുകൊണ്ട് തഅദീലൻ വ തജ്രീഹൻ വ തസ്ഹീഹൻ വ തദ്ഈഫൻ, അത് ദുർബലാണോ സ്വഹീഹാണോ, പിന്നെ അതിൻ്റെ അദാലത്ത്, റിപ്പോർട്ടർമാരുടെ ജുർഹ്, പിന്നെ അവരുടെ ന്യൂനതകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹസ്ബ മാ തഖ്തളിഹി ഉലൂമുൽ ഹദീസ് ശരീഫി വ ഖവാഇദി വ കസീറൻ മാ യൂജദു ഫീ ബഅദി തുറുഖി മിൻ അൽ അൽഫാദി വ സിയാദത്തി മാ ലാ യൂജദു ഫീ തുറുഖിൽ ഉഖ്റ. അപ്പോൾ ചിലപ്പോൾ ചില തുറുക്കുകളിൽ ചില പരമ്പരകളിൽ വന്നിട്ടുള്ളത് മറ്റ് ചില പരമ്പരകളിൽ വന്നിട്ടുള്ളതിനേക്കാളും ലഫ്ദിലും ഒക്കെ സിയാദത്ത്, വർദ്ധനവ് ഉണ്ടാവാം. ഫ ഉദീഫുഹ ഇലൽ ഹദീസിൽ വാരിദി ഫിൽ ഖിസ്മിൽ ആയില, അപ്പോൾ ഒന്നാം ഭാഗത്ത് വന്നിട്ടുള്ള മത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഹദീസിനോട് ഞാനത് ചേർക്കും. എവിടെ? രണ്ടാം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആ ഷറഹിൻ്റെ അടിക്കുറിപ്പ് പോലത്തെ ഭാഗത്ത്. ഇത് അംകന ഇൻസിജാമുഹ മാസുരിയ, അതിൻ്റെ അടിസ്ഥാനത്തോട് അതിനെ ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. വാഷർത്തില ദാലിക ജഅലുഹ ബൈന ഖൗസൈനി മുസ്തത്വീലൈൻ ഹക്കദ. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ ഒരു ബ്രാക്കറ്റ്, നീളമുള്ള ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഖൗസൈൻ, അത് കൊടുത്തിട്ട് ഞാൻ സൂചിപ്പിക്കും. ദൂന അനുസ്സ അലാമൻ തഫറദ ബിഹാമിനിൽ മുഖ്രിജീന ലി അസ്ലിഹി ഹാദാ ഇദാ കാന മസ്ദറുൽ ഹദീസി മുഖ്രിജുഹു അൻ സഹാബിയും വാഹിദ്, ഒരേ സഹാബിയിൽ നിന്ന് തന്നെയാണ് ഈ വ്യത്യസ്ത ലഫ്ലുകൾ വന്നിട്ടുള്ളത് എങ്കിൽ അപ്പോൾ ഒരു ബ്രാക്കറ്റിൽ അത് ജസ്റ്റ് കൊടുക്കുക മാത്രം ചെയ്യും. അതിൻ്റെ മസ്ദറും അതിൻ്റെ ഇതൊന്നും വിശദമായിട്ട് കൊടുക്കാതെ. വയില്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ ജഅൽതുഹു നൗഅൻ ആഖറ മുസ്തഖില്ലൻ ബിനഫ്സിഹി, ഇനി അത് ഒരു സഹാബിയിൽ നിന്ന് വേറെ സഹാബിയിൽ നിന്ന് വന്ന ഹദീസാണ് എങ്കിൽ
അതായത് മെയിൻ മത്തിലുള്ള ഹദീസ് അതിൻ്റെ വ്യത്യസ്ത ലഫ്ലുകൾ അതേ സഹാബിയിൽ നിന്ന് തന്നെ വന്നതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും. വ്യത്യസ്ത സഹാബിയിൽ നിന്ന് വേറെ സഹാബിയിൽ നിന്ന് വന്നതാണെങ്കിൽ അത് മുസ്തഖിലായിട്ട് സ്വതന്ത്രമായിട്ട് വേറെ ഹദീസായിട്ട് തന്നെ കൊടുക്കും. കമാ തറാഫി അദ്ഇയത്തുൽ ഇസ്തിഫ്താഹി വഗൈരിഹി വഹാദാ ഷൈഉൻ അസീസുൻ നഫീസ്. അപ്പോൾ എന്ത് അദ്ഇയത്തുൽ ഇസ്തിഫ്താഹ് ദുആഉൽ ഇസ്തിഫ്താഹിൻ്റെ വചന ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള പോലെ. ثم أذكر فيه مذاهب العلماء حول الحديث الذي خرجناه. പിന്നെ നാം പരാമർശിച്ച ഹദീസിന് ചുറ്റും ഉലമാക്കളുടെ മദ്ഹബുകൾ ഞാൻ പരാമർശിക്കും. അപ്പോൾ ദലീൽ കുല്ലി മിൻഹു മാ മുനാഖശതിഹ, ഓരോ മദ്ഹബിൻ്റെയും ആളുകളും അതിന് പറഞ്ഞ തെളിവുകൾ, അവരുടെ തർക്കങ്ങൾ, ബയാനി മാലഹ ഒ മാ അലൈഹ, അവർക്ക് അനുകൂലമായിട്ടുള്ളതും അവർക്കെതിരായിട്ടുള്ളത് വിവരണങ്ങൾ. ثم نستخلص من ذلك الحق الذي أوردناه في القسم الأعلى. എന്നിട്ട് ഒന്നാം ഭാഗത്ത് മത്തനിൽ മെയിൻ മത്തനിൽ കൊടുത്തിട്ടുള്ള യാഥാർത്ഥ്യം അതിലേക്ക് അത് സ്ഥാപിക്കും എന്നുള്ളതാണ്. വഖദ് ഊരിദു ഫിഹി ബഅദൽ മസാഇൽ ലത്തി ലൈസ അലൈഹാ നസ്സുൻ ഫി സുന്ന. ഇനി സുന്നത്തിൽ നബിചര്യയിൽ നസ്സായിട്ട് വന്നിട്ടില്ലാത്ത ചില മസാലകൾ അവിടെ കൊണ്ടുവരും. എവിടെ? മെയിൻ കണ്ടന്റിലല്ല, താഴെ താരീഖാത്ത് പോലെ അല്ലെങ്കിൽ ഷറഹ് പോലെ കൊടുത്തതിൽ. ഇന്നമാഹിയ മിനൽ മുജ്തഹിദി ഫിഹ. അപ്പോൾ ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള മുജ്തഹിദിൻ്റെ വീക്ഷണമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. വലാ തദ്ഖുലു ഫി മൗദൂഇ കിതാബിന ഹാദാ. അസ്അലുല്ലാഹ തആല അൻ യജ്അലഹു ഖാലിസൻ ലിവജ്ഹിഹിൽ കരീം വഅൻ യൻഫഅ ബിഹി ഇഖ്വാനി അൽ മുഅ്മിനീൻ ഇന്നഹു സമീഉൻ മുജീബ്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ഇത് ആക്കുന്നതിന് ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. ഇതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് ഉപകാരം സിദ്ധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിശ്ചയം അവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനും ആകുന്നു.